ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് തരം പുട്ട് കഴിക്കാറുണ്ടല്ലേ, കളേഴ്സ് പുട്ടും പ്ലെയിൻ പുട്ടും മസാല പുട്ടും ഒക്കെ. നിങ്ങൾ ഇതുവരെ സേമിയ പുട്ട് കഴിച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും തനിയെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സേമിയ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടുന്നത് സേമിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ വറുത്തതോ വറുക്കാതോ അല്ലെങ്കിൽ റാഗിയുടെ സേമിയ അങ്ങനത്തെ ഏത് ടൈപ്പ് സേമിയാലും ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓവർ കട്ടി കൂടി സേമിയ എടുക്കാതാണ് ഏറ്റവും നല്ലത്. നേരിയതാകുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും, കഴിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 400 ഗ്രാം അളവുള്ള ഒരു പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കുക. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മുങ്ങുന്ന രീതിയിൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ സേമിയ മുങ്ങിയിട്ട് നിൽക്കണം. അതിനത്രയും ഞാൻ ഈ ബൗൾ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ വെള്ളത്തിൽ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സേമിയ ചേർത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്താലും മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. സേമിയ വെള്ളത്തിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പ് കാണുന്ന രീതിയിൽ മുന്നിൽ നിൽക്കുന്ന രീതിയിൽ, കാരണം ഇത് സേമിയ വലിച്ചെടുത്തോളും കേട്ടോ. ഈ ഒരു ഉപ്പ് മാത്രമേ നമ്മൾ ഇടുള്ളൂ, പിന്നീട് ഇനി ചേർക്കില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 3-4 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. ഒരുപാട് ടൈം വെക്കേണ്ട, ഒരു 3 മിനിറ്റോളം മാക്സിമം മതി. അപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സേമിയ എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ മനസ്സിലാവും കേട്ടോ, ചെറിയ രീതിക്കൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. മുഴുവനായിട്ട് സോഫ്റ്റ് ആവാൻ പാടില്ല, അപ്പോൾ നമ്മുടെ പുട്ട് മൊത്തത്തിൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു പകുതിയോളൊന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റി മാറ്റി വെക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മൊത്തത്തിൽ വെള്ളം ഊറ്റി കളയുക. അതുപോലെ തന്നെ ചില സേമിയ ഭയങ്കര നീര് സേമിയൊക്കെ കിട്ടുന്നില്ല, അതാ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ 1 മിനിറ്റൊക്കെ മാത്രം കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. ചെറുതായിട്ടേ സോഫ്റ്റായി കിട്ടേണ്ടുള്ളൂ. അപ്പോൾ ഓരോ സേമിയത്തിൻ്റെ തിക്നെസ്സിനനുസരിച്ച് ഒരു 1-2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും കേട്ടോ. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണേ. ഇനി ഇതാ ഞാൻ ഇതുപോലൊരു സ്ട്രെയിനറിലേക്ക് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെത് ഇപ്പോൾ കറക്റ്റാണ് കേട്ടോ. 3 മിനിറ്റ് കണ്ടില്ല, ഒട്ടും തന്നെ കുഴഞ്ഞിട്ടില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം മൊത്തത്തിൽ ഊർന്നു പോയതിന് ശേഷം, കാരണം ഇത് മൊത്തത്തിലൊന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല, അപ്പോൾ നമുക്ക് പുട്ട് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് വെള്ളം മൊത്തത്തിൽ പോയി ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ട് റെഡിയാക്കി തുടങ്ങാം. ഇത്രയും സിമ്പിളാണ് പരിപാടി, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, വേറിട്ട് നിൽക്കുന്ന ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ. അപ്പോൾ നോർമൽ ഞാനിത് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സേമിയത്തിൻ്റെ മിക്സും ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ നിറച്ച് കൊടുക്കുക. അപ്പോൾ സേമിയ പുട്ടിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ നോർമൽ പുട്ടിനേക്കാളും കുറച്ചധികം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, കറിയില്ലാതെ തനിയെ കഴിക്കുന്ന ഒരു ഐറ്റവും കൂടി, അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങയും പഞ്ചസാരയും ഒക്കെ കൂട്ടി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് കുറച്ചധികം തന്നെ തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മുടെ സേമിയ മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 3 പീസായിട്ടുള്ള പുട്ട നിറക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിറക്കുക. ഞാനിപ്പോൾ 2 പീസായിട്ടാണ് കേട്ടോ, എനിക്ക് ഫോട്ടോ ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആയിട്ടാണ് നിറക്കുന്നത്. അപ്പോൾ ഇതാ സേമിയത്തിന് മിക്സ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ സേമിയ മിക്സ് പിന്നെ തേങ്ങ, നമ്മൾ നോർമൽ പുട്ട് നിറക്കുന്ന എങ്ങനെയാണോ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇത് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് തേങ്ങയും കൂടി നിറയെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ പുട്ടും പാനിയിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നോർമൽ പുട്ട് വേവിച്ചെടുക്കുന്നില്ല, അതേപോലെ തന്നെ അത്രയും സമയം മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ ഈ ഒരു പുട്ട് വേവാൻ. കാരണം ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച സേമിയാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ കാണുന്നുണ്ടോ എന്ന്, ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല, മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമുക്ക് പതുക്കെ എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ പുട്ട് കുത്തി എടുക്കുന്നുണ്ട്. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവവും അങ്ങനെ സെപ്പറേറ്റ് ആയി പോകുന്ന പരുവവും അങ്ങനെയൊന്നും അല്ല കേട്ടോ. കറക്റ്റ് നല്ല ടെക്സ്ചറിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും ടെൻഷൻ വേണ്ട, പെട്ടെന്ന് റെഡിയാക്കുക. സേമിയ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ കണ്ടിട്ട് ഇന്ന് നൈറ്റ് ഡിന്നറിന് ഇതന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്തത് ഞാൻ ഇതുപോലെ കുത്തിയെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് സെർവ് ചെയ്ത് വെച്ചാലെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് നമ്മുടെ തേങ്ങാപ്പാലും പഞ്ചസാരയും ഉണ്ട് എന്നുണ്ടെങ്കിൽ പൊളിക്കും കേട്ടോ. വേറെ ലെവൽ തന്നെയാണ് കഴിക്കാൻ വേണ്ടി, നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ വെറും പഞ്ചസാര ഇട്ടിട്ട്, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, കുറച്ചധികം തന്നെ തേങ്ങ ഇട്ടിട്ട് വേണം കേട്ടോ ഈ ഒരു സേമിയ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റ്. പിന്നെ കറികളുടെ കൂടെയും കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റോസ്റ്റ് ഐറ്റംസ് ഇല്ലേ, നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഭയങ്കര കോംബോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഈ ഒരു 400 ഗ്രാം സേമിയത്തിൻ്റെ പാക്കറ്റ്
അളവിൽ 4 കുറ്റി പുട്ടാണ് ഇതുപോലത്തെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ചൂടോടെ തന്നെ കഴിക്കാനായിട്ട്. കുറച്ച് ചൂട് തണുക്കുമ്പോൾ ഭയങ്കര ഹാർഡായി പോകും. സേമിയാണ് അറിയാലോ. അപ്പോൾ നിങ്ങൾ ഹാർഡായി പോയിന്നുണ്ടെങ്കിൽ കഴിക്കാൻ നേരത്തെ ഒന്നുകൂടി സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. വേറെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അത് പ്രത്യേകം എടുത്ത് പറയും, ചൂടോടെ കഴിക്കാനാണ് അടിപൊളി സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്